ഗീതം പൊഴിയുന്ന നവരത്നങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച പുള്ളി ഏറ്റവും ഇഷ്ടപ്പെട്ട് സൃഷ്ടിച്ചതാണ് ലൂസിഫറിനെ. അപ്പോൾ ഏറ്റവും സ്നേഹിച്ച ഏറ്റവും കാര്യമായിട്ട് സൃഷ്ടിച്ച ഒരു കെരൂബാണ് ലൂസിഫർ. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ദൈവത്തോട് മത്സരിച്ചതുകൊണ്ട് ചെകുത്താനാകേണ്ടി വന്നു എന്നാണ് ബൈബിളിൻ്റെ ഒരു കാഴ്ചപ്പാട്. യഹൂദന്മാരും ഇസ്ലാമികളും ക്രിസ്ത്യാനികളും അങ്ങനെയാണ് ലൂസിഫറിനെ കുറിച്ച് വിശ്വസിക്കുന്നത്. മലയാളത്തിൽ അരുണോദയ പുത്രനായ ശുക്രൻ എന്നൊക്കെയാണ് മലയാളം ബൈബിളിൽ ലൂസിഫർ എന്നുള്ള ഒറ്റ വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും എത്രയും വലിയ ചരിത്രം എനിക്കെന്തായാലും അറിയത്തില്ലായിരുന്നു. അനീഷേട്ടൻ വളരെ മനോഹരമായി തന്നെ ആ ചരിത്രം പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ ബ്ലോഗൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ജോണിക്കുട്ടിച്ചേട്ടനെ കണ്ടു. ജോണിക്കുട്ടിച്ചേട്ടൻ്റെ സ്ഥലം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ കങ്ങഴയിലാണ്. അപ്പോൾ ജോണിക്കുട്ടിച്ചേട്ടൻ്റെ മാതാപിതാക്കളെ ഇവിടെയാണ് അടക്കിയിരിക്കുന്നത്. കല്ലറയൊക്കെ നന്നാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തെ കണ്ടത്. ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത് ലാലേട്ടൻ ഇരുന്ന അതേ കല്ലറയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അല്ലേ ജോണിക്കുട്ടിച്ചേട്ടൻ? യെസ്, അതേ തന്നെ. അപ്പോൾ എന്തായിരുന്നു ഈ പള്ളിയെ പറ്റി എന്തെങ്കിലും ഓർമ്മയൊക്കെ ഉണ്ടോ? ഉണ്ട്. എൻ്റെ മാമസം ഒക്കെ ഈ പള്ളിയിലാണ്. അതെ, അന്നൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. എസ്റ്റേറ്റിലെ ജോലിക്കാരും അല്ല, അവിടെ നല്ല 200 പേരോളം ഒക്കെ കൂടിക്കൊണ്ടിരുന്ന പള്ളിയാണ്. അന്ന് വേറെ പള്ളി ഇല്ല ഇവിടെ. ഇപ്പം പുതിയ പള്ളി അവിടെ പണിതിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആരൊക്കെയാണ് ഉള്ളത്? ഇപ്പം യൂണിയൻ ചർച്ചാണോ അതോ? ഇപ്പോൾ ആ പള്ളിയുടെ കീഴിലാണ്, ചിന്തലാർ CSI പള്ളിയുടെ കീഴിലാണ്. കാരണം ഇത് എസ്റ്റേറ്റ് വകയാണ് സംഭവം. അപ്പോൾ ഇത് അടച്ചിടാതിരിക്കാൻ വേണ്ടി അവർ ഞായറാഴ്ച സെക്കൻഡ് സൺഡേ സർവീസ് നടത്തുന്നത്. കുർബാനയുണ്ട്, സർവീസുണ്ട്. ഈ സിനിമ വന്നതിന് ശേഷമാണോ കൂടി ഈ പ്രദേശത്തേക്ക് ആളുകളൊക്കെ കൂടുതൽ വന്നത്? അതെ അതെ അതെ. ഈ സിനിമ കണ്ടതിന് ശേഷം എന്തായിരുന്നു? ഇത് പള്ളി അങ്ങ് പ്രസിദ്ധമായി. ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ ആൾക്കാർ അങ്ങ് പ്രസിദ്ധമായി. അങ്ങനെയാണ് ആൾക്കാരെല്ലാം വരാൻ കാര്യം. അത് കഴിഞ്ഞാണ് ഈ കല്ലറയെല്ലാം എല്ലാവരും പുതുക്കി പണിതു. നേരത്തെ ഇവിടെ കാട് പിടിച്ചിലൊക്കെയായിരുന്നു. സിനിമ വന്നതിന് ശേഷമാണ് കല്ലറയൊക്കെ പുതുക്കി പണിത് അല്ലേ? അത് നേരത്തെ ഇവിടെ കാടൊക്കെ ആയിരുന്നോ? ഇവിടെ കാട് പിടിച്ചിലൊക്കെയായിരുന്നു മൊത്തം. ഇപ്പോഴും എസ്റ്റേറ്റ് തൊഴിലാളികൾ മാത്രമേ ഉള്ളൂ സർവീസിനൊക്കെ വരുന്ന മാസത്തിന്? അങ്ങനെ ഇല്ല, കാരണം എസ്റ്റേറ്റിൽ അടച്ചിട്ടേക്കോ. ഓക്കെ. ഇപ്പം പിന്നെ മറ്റേ പള്ളി വരുന്ന ആൾക്കാർ ഇതിങ്ങനെ അടച്ചിടാതിരിക്കാൻ വേണ്ടി അങ്ങ് ഈ പള്ളി പുതുക്കി പണിത് കൊടുത്ത ആരാന്നറിയോ? മോഹൻലാല. അതെ അതെ, അത് സിനിമ ശേഷമാണ്. ഇപ്പോൾ സിനിമാക്കാരാണോ വരുന്നത് അതോ കല്യാണ ആളുകളൊക്കെ? ഇപ്പോൾ എല്ലാം ഇങ്ങനെ വരുന്നുണ്ട്. ഷൂട്ടിങ്ങിന് കല്യാണ പാർട്ടീസും പിന്നെ ഫോറിനേഴ്സൊക്കെ വെളിയിൽ നിന്നൊക്കെ പല വരുന്നുണ്ട്. ഞങ്ങൾ വരുമ്പോഴെല്ലാം ഇവിടെ ഉണ്ട്, ആൾക്കാരുണ്ട്. എന്തായാലും താങ്ക് യു ചേട്ടാ, ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞതിൽ താങ്ക് യു. ലാലേട്ടനും മഞ്ജു ചേച്ചിയും സംസാരിച്ച അതേ ലൊക്കേഷനിൽ നിന്ന് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. See you again.